വണ്ടി എത്തിയിട്ടില്ല. അങ്ങനെ നമ്മളെ കൊണ്ടുവരാൻ തായർ വന്നിട്ടുണ്ട്. നൗഷാക്ക വണ്ടിയിലുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് ഉള്ളിക്ക് മറന്നോ? നമ്മുടെ സാധനങ്ങൾ എന്റെ വണ്ടിയിൽ തന്നെ അല്ലേ. വണ്ടി കൊടുക്കാൻ പോണേ. കാല് വരുന്നില്ലേ? വെറുതെ പറയണ ഓരോരുത്തര് അമ്മാടെ ആദ്യം ഉള്ളിൽ കയറി. നമ്മളെത്തി, വീട്ടിലെത്തി. ഉമ്മ ലഗേജുകൾ ഇറക്കണു. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിൻ യാത്ര കുഴപ്പമില്ലല്ലോ. ട്രെയിൻ യാത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയ സമയം നോക്കിയേക്ക് ഈ നേരം അയക്കണം കേട്ടോ. വെക്ക് മതി. നമ്മളാക്കിയിട്ട് ഇതാ എടാ ഒന്ന് കടന്നിട്ട് പോടാ. പോവാ, നിങ്ങളിവിടെ കടന്നിട്ട് പോയിക്കോളി. ഒരു ദിവസം രാവിലെ പോവാ. രാവിലെ ആക്കി തരാം. ഞാൻ ഇന്നലെ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ചക്കരയുടെ അമ്മായിമ്മ ചക്കരയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കുപ്പി കൊടുക്കണുണ്ട്. ഇത് എന്ത് കുപ്പിയമ്മ? ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോ അമ്മ പറഞ്ഞ വെളിച്ചെണ്ണയാണ്. ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു കുപ്പി ചില നാട്ടിലൊരു എന്നിട്ട് ഈ കുപ്പി വെള്ളം കയ്യിൽ വെച്ചങ്ങാണ്ട് തിരിഞ്ഞ് നടക്കരുത്, അതായത് തിരിഞ്ഞ് നോക്കരുത്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിന്റെ കാര്യമൊന്നും പാലക്കാട്ടിൽ എങ്ങനെയാണ് ഓരോ നാട്ടിൽ ഓരോ ചടങ്ങ് വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു മാത്രം. രാജക്കാരല്ല, ജില്ലക്കാര്. വലിയൊരു ചെമ്പിൽ ഇങ്ങനെ വെള്ളം തോന്നി ഞാൻ ഇറങ്ങുമ്പോ പിന്നാക്കം തിരിഞ്ഞോക്കരുത്. പിന്നാക്കം തിരിഞ്ഞോക്കി എന്താ? ഇന്നലെ കണ്ടു ഞാന് ഹോട്ടലിൽ ഇറങ്ങിയപ്പോ അമ്മായി പറഞ്ഞു ഹോട്ടലിൽ നിർത്താൻ പറ്റൂല, നേരെ പെരയെ പോണെന്ന്. അപ്പൊ ഞാൻ അമ്മായിയോട് ചോദിച്ചാൽ എന്താ അറിയോ, നമ്മള് വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി അവിടുന്ന് വേറെ വണ്ടി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സേഫായിട്ട് നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നലെ കൃത്യം നമ്മളൊരു 9 മണിയാകുമ്പോഴേക്കും ട്രെയിൻ ഇറങ്ങി. വീട്ടിൽ നമ്മളൊരു 10-10:15 ആകുമ്പോഴേക്കും എത്തി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്ന്. ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ട്രെയിനിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 11 മണി. കാരണം ഒരു കോംപ്രമൈസ്ഡ് പ്രസവത്തിൽ കൂട്ടിക്കൊണ്ടല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നമുക്ക് ദൂരം മാത്രമാണ്. ഇത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ ശരിക്കും ചില നാട്ടിലൊക്കെ ഓരോ കാര്യം, എനിക്ക് ചടങ്ങിലൊന്നും എനിക്ക് വലിയൊരു ഇതില്ല കേട്ടോ. ഞാൻ അങ്ങനെ നോക്കലുമില്ല. പിന്നെ ഓരോ നാട്ടിൽ ഓരോരോ ചടങ്ങ്, അല്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഒരു ചടങ്ങ് വേണം ഓരോ നാട്ടിൽ അല്ലേ. ഇവിടെ അല്ല, പിന്നെ അമ്മായി പറഞ്ഞു ഇവിടെ 10 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. അല്ല ഹോട്ടലിൽ ഇറങ്ങരുത് പറഞ്ഞു. ഹോട്ടലിൽ ഇറങ്ങാത്തവർ ഭക്ഷണം കഴിക്കാതെ പോയിക്കോളി, ഹോട്ടലിൽ ഇറങ്ങണവർക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അതല്ല, ചിലവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലവർ പറയും 3 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ കയറണമെന്ന്. അപ്പൊ ദൂരമുള്ളവർ എന്താ ചെയ്യാ? അപ്പൊ ഇതേമാതിരിയുള്ള സിറ്റുവേഷൻ ഉള്ളവർ അപ്പോൾ നമ്മൾ 5 മണിക്ക് അവിടുന്ന് പോരേണ്ടി വരും 3 മണിക്ക് കയറണമെങ്കിൽ അവിടുന്ന്. അപ്പോൾ ഒക്കെ ഒരു കണക്ക് തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല അല്ലേ? യാത്ര നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കാറിലെ യാത്രകൾ മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ, ട്രെയിനിലെ പ്രശ്നമില്ലല്ലോ. വരുമ്പോഴുള്ള ട്രെയിനൊക്കെ അടിപൊളിയാണ്. കാരണം നമ്മൾ വിചാരിച്ചില്ല അത്ര കിടക്കുന്ന ട്രെയിനാണെന്ന്. പോവും ചക്കരക്ക് സുഖമായി കടന്നു പോകുന്നു. ചക്കര പിന്നെ ഒറ്റക്കുള്ള സീറ്റായിട്ട് ചക്കരക്ക് കിട്ടി. നമുക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന്, കാരണം രാത്രി ആകുമ്പോഴാണല്ലോ ഇത് വിരിച്ചിട്ട് കിടക്കുക. നമ്മൾ രാത്രി എല്ലാവരും ഉറങ്ങേണ്ട നേരമായപ്പോൾ നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് പുതപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പുതക്കേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. കാരണം നമ്മൾ 8:45 ആകുമ്പോഴേക്കും ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ സേഫായിട്ട് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ. മാമയത്ത് എന്നാ ചെമ്പിലാണ് ഇറക്കിയിട്ട് അതിന് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ ചക്കര വീട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാകുന്ന ചക്കര യാത്ര? ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അവിടുത്തെ പെരക്കാർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഇത്ര ദിവസം അവിടെ നിന്നല്ലേ വീഡിയോ ഇട്ടിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നിജാസ് അനക്ക് മിസ്സാവുന്നുണ്ടോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഇവിടെ മിസ് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മിസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും നല്ല മിസ്സാവുന്നുണ്ട്.
എസ്പെഷ്യലി ഭർത്താവിന് മിസ് ചെയ്യുന്നുണ്ടോ? സുഖമായി കിടന്നുറങ്ങിയുന്നുണ്ട്. ഗ്യാസിന്റെ ശല്യമില്ലാണ്ട് കുറെ കിടന്നുറങ്ങിയില്ലേറെ. ഇല്ല. അല്ല എങ്ങനെ ഉണ്ടാവുന്നു യാത്ര ട്രെയിന്? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. നീരൊക്കെ വന്നപ്പോഴും നീര് മാറിയിട്ടില്ല. നീര് കടന്നിട്ടാ വന്നിരുന്നു. ഇപ്പോഴും നീരുണ്ട്. നീര് വരുവേ പള്ളിയിലെ പെണ്ണുങ്ങൾ പറയാറാകുമ്പോ നീര് കൂടും. എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിച്ചു നോക്ക് നീര് വരുമല്ലേ എന്നൊക്കെ. നെച്ചി പറഞ്ഞ സാധനങ്ങളൊന്നും കാണുന്നില്ല. ഉണ്ടാവില്ലേ നിങ്ങള് മനുഷ്യജന്മത്തിൽ പെട്ടതല്ലായിരുന്നു. എന്നെ കാണുമ്പോ ഇപ്പൊ ഈ തണ്ണിമത്തിന് പള്ളയിലുണ്ടായി എന്താണ്? ഇപ്പൊ തോന്നാറുണ്ട്. അതായത് ഒരു ഉരുണ്ട സാധനം. ഇതിലൂന്നാവോ ഇനി 2 മാസം കൊണ്ട്. അന്ന് ഡെലിവറി ജൂലൈയില്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി വരുമ്പോ ഒറ്റക്കാണ് വന്ന്, ഇനി പോകുമ്പോ 2 ആളായിട്ട് 2 3 അല്ല ഞാൻ ഓളെ കാര്യം പറഞ്ഞു. ഇരട്ട കുട്ടികളാ നമുക്ക്. ഇരട്ട കുട്ടികളാണെന്നുണ്ടെങ്കിലേ പിന്നെ അത് നല്ല രസമാണ് ഇരട്ട കുട്ടികൾ ഉണ്ടാവാൻ. എനിക്കൊരു കുഴപ്പമില്ല ഓളെ നോക്ക്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഇവിടെ നമ്മള് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളെവിടെ പ്രസവമൊക്കെ എവിടെയാണ് കാണിക്കണം നിലവില്? അവിടുന്ന് മാറ്റുന്നുണ്ടോ? ഉമ്മാന്റെ തീരുമാനമുണ്ടോ? ഉമ്മാന്റെ എല്ലാ മറുപടി അവിടെയാണ് അല്ലേ? അവിടുന്ന് തന്നെയാണ് പ്രസവം ഉണ്ടായിരുന്നത്. മറ്റേ ഹോട്ടല് അവിടെ എത്തണം വരെ ഹോട്ടലൊക്കെ അതുണ്ട്. കുക്ക് മാറിക്കണം. ആകെ എത്ര വലിയ ഹോട്ടലാണെന്നുണ്ടെങ്കിലും ആ ഹോട്ടലിലെ പണിക്കാരൻ നന്നാവണം, എന്നാലാണ് അവിടേക്ക് ഭക്ഷണം നന്നാവുള്ളൂ. അപ്പൊ പണിക്കാരത്തി നന്നു എന്നാണ് പറയുന്നത്. ഡോക്ടറിനെ പറയാ പണിക്കാരത്തി. ഓക്കെ, അപ്പൊ എന്തായാലും ഗായ്സ് നോക്കാം. എന്തായാലും അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഇനി കൂടുതലൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എത്തിയത് എന്നുള്ളത് ഒരു അപ്ഡേഷൻ തന്നതാണ്. കൂടുതലൊന്നും പറയാണ്ടാക്കരെ. പണ്ട് ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം പണ്ട് പ്രസവിക്കുന്ന ടൈമില് മരണങ്ങൾ കൂടുതലായിരുന്നു. ഒന്നിലേക്ക് തള്ള മരിക്കും അല്ലെങ്കിൽ കുട്ടി മരിക്കും. നിങ്ങളെ ഏട്ടത്തികൾ പ്രസവിച്ച മാതിരി ആവൂല. നിങ്ങളെ ഏട്ടത്തിന് മാത്രം നോക്കിയാലോ. അതാ പറഞ്ഞ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന്. അതായത് ഇപ്പൊ അതിനുള്ള സിസ്റ്റവും ഡോക്ടർമാരും ഫെസിലിറ്റികളും എല്ലാം അറിയും. ഇനി ഒന്നും വേണ്ട. ഇപ്പൊ എത്ര തരം സ്കാനിങ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ബുദ്ധി വെക്കണ്ടോ നോക്കട്ടെ. പണ്ട് സ്കാനിങ്ങൾ വല്ലാതെ ആളോ നോക്കിയായിരുന്നില്ല. ആ സ്കാനിങ് അല്ല, അനോമലി സ്കാനിങ് നിങ്ങൾക്ക് എടുത്തുക്കണോ? അത് അങ്ങനെ പണ്ട് എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ട്. ഇപ്രാവശ്യം അങ്ങനത്തെ കുട്ടികൾ വരുമ്പോ എന്താവും, ഡോക്ടർമാരെന്നെ പറയും, അതിനൊരു ഓപ്ഷൻ പറയും. ആ കുട്ടി ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന നരകമാണ്. അപ്പോൾ ആദ്യം തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ പ്രസവിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ഭൂമിയിലോട്ട് വരുന്നതിന് മുന്നേ അവർ പറയും അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. ഒരു തള്ളാണ് ഇതേമാതിരി സ്കാനിങ്ങിൽ എടുത്തിട്ട് 7 മാസം നോക്കുമ്പോ അതിന്റെ തലച്ചോറിന് കൊടുത്താത്ര. എന്നിട്ട് അത് കറക്റ്റ് ടൈമിൽ ഇപ്പൊ ഒക്കെ അറിയാനുള്ള സിസ്റ്റം ഉണ്ട്. ഡോക്ടർ എന്താ കുട്ടി ജീവിച്ചിരുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതിന് മരിക്കൊല്ലാണ് അല്ല മരിപ്പിച്ചപ്പോ തള്ള സംഭവിച്ചല്ലേ. ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ കിട്ടിയിട്ട് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലാതെ അയച്ച് മേലാട്ടത്തേക്ക് ഒരു മുതലാണ് കവറില് അത്രയും മരിച്ചില്ലത്ര. ഇപ്പോൾ ആ കുട്ടി ഉണ്ട് ഇത്ര, ഒന്നിനും പറ്റില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതൊക്കെ അറിയാനുള്ള സിസ്റ്റങ്ങളും എല്ലാം ഇപ്പൊ ഉണ്ട് എന്ന് പറയാണ്. ഇപ്പൊ ആരെങ്കിലും പോയിട്ട് വീട്ടിൽ പ്രസവിപ്പിക്കോ? നിങ്ങൾ ചിലപ്പോൾ പ്രസവിപ്പിക്കും. ഒരു മൂലിയര് കണ്ടോ, ഈ പറയുന്നത് നടക്കണ മൂലിയരാണ്, നമ്മളെ കുറ്റം പറയാലോ കേട്ടോ ഗൈസ്. അങ്ങനെ അത്രയും അത് പറഞ്ഞ് പ്രസംഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അതും ഇതും പറയുന്ന ആളാണ് വീട്ടിൽ സ്വന്തം ഭാര്യയെ പ്രസവിപ്പിച്ചത്. എന്നിട്ട് എന്തുണ്ടായി, ആ ഭാര്യ 4 അത് എത്ര ഇതായിട്ടാവും. നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ട്. ഇതേമാതിരി ഇങ്ങനത്തെ സംഭവങ്ങളും നമ്മളെ മുന്നിൽ കാണുന്നുണ്ട്. പണ്ടത്തെ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണല്ലോ
പറയാം അതല്ലപ്പോ എന്റെ മരുവോടെ അവിടെ പ്രസവിപ്പിച്ചു എന്താ ഞാൻ അത്ര നെരുകെട്ടോന്നല്ല. ഓക്കെ അത് അതിന്റെ ഇടയിൽ മധുരം ഇരിക്കുന്നു പഞ്ചസാര നോക്കേ. നമുക്ക് നാളെ മാർക്കറ്റിലും പോകണം. ഒരു സാധനമില്ല. കൊല്ലം 3 അല്ല മാസം 3 സാധനല്ലേ? ഒന്നുമില്ല. കുഞ്ഞാലിയോട് പോയി വാങ്ങിക്കൊടുക്കുന്നേ. എന്താ ഇവിടെ ആളുമില്ല, തിന്നാനുമില്ല, കുടിച്ചാനുമില്ല ആൾക്കാർ. പിന്നെ എന്തിനത് പച്ചക്കറിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അന്നൊരു ദിവസം ഞാൻ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇനിയാണത്